ഒക്കലിൽ നവീകരിച്ച താന്നിപ്പുഴ ശിവരാത്രി കടവിന്റെ ഉദ്ഘാടനം നടന്നു. 13 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ശിവരാത്രി കടവ് റോഡ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കി എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ഇരിപ്പിട സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ അനുവദിച്ച 13 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച താന്നിപ്പുഴ ശിവരാത്രി കടവിന്റെ ഉദ്ഘാടനം ശാരദാ മോഹൻ നിർവഹിച്ചു. ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഷിയാസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സോളി ബെന്നി, ഒക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MK രാജേഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധിയായപ്പോൾ 2015 മുതൽ 20 വരെയും, അതുപോലെ 20-ന് ശേഷം ഇപ്പോൾ 3 വർഷം കൂടിയായി കഴിയുന്നത്ര കിട്ടുന്ന ഫണ്ടുകൾ 3 പഞ്ചായത്തിലേക്കുമായിട്ട് എല്ലാ വാർഡുകളിലേക്കും കൊടുക്കാൻ സാധിക്കുന്നു. കിട്ടുന്ന ഫണ്ടിൻ്റെ ലഭ്യതയനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾക്ക് കൊടുക്കാനാണ് സാധിക്കാറ്. അപ്പോൾ അങ്ങനെ അനുസരിച്ച് കൊടുക്കുമ്പോൾ കടവുകൾ കൂടുതലും പാണൻകുടി കടവുണ്ട്. ഇനി പാണൻകുടി 4-ാം വാർഡിലൊരു കടവ്, അതുപോലെ അതിനി കഴിഞ്ഞിട്ടില്ല. അതിനൊരു 5 ലക്ഷം കൂടെ ആവശ്യമായിരുന്നു, വെച്ചിട്ടുണ്ട്. അത് ഇറിഗേഷനിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തേക്കും. അതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഏതായാലും അതും പണി തീർന്നാൽ ഈ ഭാഗത്തായിട്ട് പെരിയാറിൻ്റെ തീരത്ത് ഈ ശിവരാത്രി കടവ് ഇവിടെ ബലിതർപ്പണം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടവാണെന്ന്. അപ്പോൾ ഇതിന് ഞാൻ ഓർക്കേണ്ടത്, ഇത് പറയുമ്പോൾ എല്ലാവരും, ജനങ്ങളും തന്നെയും, അതുപോലെ ഞങ്ങളുടെ ഇവിടെ സെഷനാണെങ്കിലും എല്ലാവരും, ഞാൻ ഈ അന്ന് ലോക്കൽ കമ്മിറ്റിയിലും ഇവിടെ കമ്മിറ്റിയിലുള്ള എല്ലാവരും തന്നെ നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെട്ടതാണ്. ന്യൂസ് ബ്യൂറോ, കാലടി.